السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഖലീഫകളായിട്ട് നിയോഗിച്ചു. അഥവാ അവന് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ. എന്താണ് മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാനായി റസൂലുകളെയും നിയോഗിച്ചു. ആ റസൂലുകൾക്ക് കിതാബുകൾ ഇറക്കി. ആ റസൂലിൽ വിശ്വസിച്ചവരെ ഓരോ റസൂലിന്റെയും അനുചരന്മാരാക്കുകയും ചെയ്തു. ഓരോ നബിമാരും റസൂലുകളും വന്ന് കടന്നുപോയതിനു ശേഷം അവർ പഠിപ്പിച്ച യഥാർത്ഥ ദീനിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകളും പിഴച്ചുപോയി. അഥവാ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകൾക്ക് തൗഹീദും മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് പഠിപ്പിക്കപ്പെട്ട ശരീഅത്തും പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അതിനുശേഷം അവർ പിഴച്ചുപോയി. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ നൽകി. പിന്നീട് അതിനുശേഷം അവർ അതിൽ നിന്ന് പിഴച്ചുപോയി. അങ്ങനെ അവസാനത്തെ റസൂൽ നമ്മിലേക്ക് നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത് പൂർത്തീകരിച്ചു. ഇനി ഒരു റസൂല് വരാനില്ല. ആ റസൂലിനിറക്കിയ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തായ ഖുർആനിലൂടെ മുൻകഴിഞ്ഞ കിതാബുകൾ എന്തെല്ലാമുണ്ടോ, അതിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതിനെ നസ്ഖ് ചെയ്ത് പൂർണ്ണമായും ഖുർആനിൽ അവസാനിപ്പിച്ചു. ഇനിയൊരു നബി വരില്ല. വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോഴുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റണം. ഇനി ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോഴും ഏത് ശരീഅത്താണ് നടപ്പിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അപ്പോ റിസാലത്തും നുബൂവത്തും അതുപോലെ കിതാബും വഹിയും അവസാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. അങ്ങനെ ഇസ്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇസ്ലാമിൽ വൻ വിജയമുണ്ടായി ലോകത്ത്. സ്വഹാബികൾ അതിന് ശേഷം പിന്നീട് റോമും പേർഷ്യയും ഉൾക്കൊള്ളുന്ന കിഴക്കും പടിഞ്ഞാറും ഇസ്ലാമിന്റെ കീഴിലാകുന്ന ഒരവസ്ഥയിലെത്തി. സ്വാഭാവികമായും മുൻ സമൂഹങ്ങൾ പിഴച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയും പിഴപ്പിക്കണമെന്നുള്ള പിശാചിന്റെയും ആളുകളുടെയും തന്ത്രം ബാഹ്യമായിക്കൊണ്ട് ഒരു യുദ്ധത്തിലൂടെയോ മറ്റോ ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവരെടുത്ത അടുത്ത നടപടി ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും അവരുടെ യഥാർത്ഥ ദീനും അത് തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രങ്ങളാവട്ടെ വചനശാസ്ത്രങ്ങളാവട്ടെ, പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി. പല ഗ്രീക്ക് ഫിലോസഫികളുടെയും എല്ലാം കിതാബുകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് പിന്നീട് ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നിടത്തേക്ക്, ദീനിന്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് അതിനെ ഉപയോഗിക്കാനും തുടങ്ങി. ഞാൻ ഇസ്ലാമിന്റെ ഒരു ചരിത്രം ചുരുക്കി പറഞ്ഞതാണ്. അതിനുശേഷം പല പുതിയ വാദങ്ങളും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തീകരിച്ച് പഠിപ്പിച്ചു കൊടുത്ത അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു കൊടുത്ത സ്വഹാബികൾക്ക് മനസ്സിലാകാത്ത, സ്വഹാബികൾ പഠിച്ചിട്ടില്ലാത്ത പല പുതിയ വിശ്വാസങ്ങളും കർമ്മങ്ങളും രീതികളും ദീനിൽ കടന്നുകൂടി. അങ്ങനെ കടന്നുകൂടിയ ഒരു കാലഘട്ടത്തിൽ, ഒരുപാട് പിഴച്ച വാദങ്ങൾ വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലത്ത് ജീവിച്ചിരുന്ന യഥാർത്ഥ പണ്ഡിതന്മാർ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു പോയത്, എന്താണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയ ദീൻ എന്ന് പഠിപ്പിക്കാൻ അവർ ധാരാളം പണ്ഡിതന്മാർ, മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ അസ്സുന്ന എന്ന പേരിൽ കിതാബുകൾ രചിച്ചു. അസ്സുന്ന എന്ന പേരിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുസുന്നതി വൽ ജമാഅ,
പിഴച്ച കക്ഷികൾ വർദ്ധിച്ചപ്പോൾ അഹ്ലുസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണോ, സഹാബാക്കൾ അവർ ഒരുമിച്ചുകൂടി മനസ്സിലാക്കിയത് എന്താണോ, ഇജ്മാഉകൾ എന്താണോ, അതാണ് യഥാർത്ഥ ദീൻ എന്ന് പഠിപ്പിക്കാൻ അസ്സുന്ന എന്ന് പേര് കിതാബുകൾ ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, ധാരാളം പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ഇതാണ് യഥാർത്ഥ ദീൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, ആ കൂട്ടത്തിൽപ്പെട്ട എന്ന് പറയുമ്പോൾ അതിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള 4 മദ്ഹബുകളിൽ ഇമാമുസ്സുന്ന എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് അബു അബ്ദുല്ല അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹം ഹിജറ 164 ജനിക്കുകയും ഹിജറ 241 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഈ അഹ്ലുസുന്നയുടെ അഖീദ, മൻഹജ് അത് നിലനിർത്താൻ, അതിലെ വിശ്വാസം തെളിയിക്കാൻ ധാരാളം പരീക്ഷണങ്ങൾ നേരിടുകയും അതിലെല്ലാം ഈ യഥാർത്ഥ ഹക്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് പിന്നീട് വന്ന മുഹദ്ദിസീങ്ങൾ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലെയുള്ള മുഹദ്ദിസീങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട 10,000-കണക്കിന് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടുള്ള കിതാബാണ് അൽ മുസ്നദ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ചുരുക്കി ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം രചിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറിയ റിസാല, എന്നാൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയം നമ്മുടെ ദീനിനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പറയുന്നത് ഉസൂലുസ്സുന്ന എന്നാണ് ഈ കിതാബിന്റെ പേര്. അതായത് ഈ സുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന സുന്നത്തി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ, മൻഹജ് എല്ലാം ഉൾക്കൊള്ളുന്ന വാക്കിനാണ് എന്ത് ഉപയോഗിക്കാറ്? അസ്സുന്ന എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ കിതാബിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇനി ഈ കിതാബ് എഴുതാനുള്ള സാഹചര്യവും കാരണവും നമ്മൾ പറഞ്ഞു, ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കിതാബിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയവും യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും എന്താണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. വളരെ വിശാലമായി വിശദീകരിക്കേണ്ട ഒരു കിതാബാണ്. പക്ഷേ ഇതിന്റെ ആശയങ്ങൾ അത് ഉൾക്കൊള്ളുന്ന, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ആരംഭിക്കുന്നത് ഈ ഇമാം അഹ്മദിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്ന ആള് വരെയുള്ള സനദ് പറഞ്ഞുകൊണ്ടാണ്. സനദ് എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദിൽ നിന്ന് ഇന്നാള് കേട്ടു, അതിൽ നിന്ന് ഇന്നാള് കേട്ടു, ഇന്നാള് കേട്ടു, അങ്ങനെ വന്നിട്ടുള്ള സനദ്. അത് ആദ്യം കൊടുത്തിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. അത് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ഇത് ഇമാം അഹ്മദ് തന്നെ നേരിട്ട് എഴുതിയിട്ടുള്ളതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ചില കിതാബുകൾ, പ്രത്യേകിച്ച് മുൻഗാമികളുടെ കിതാബുകൾ, ചിലത് അവരുടെ മക്കൾ എഴുതിയതോ അല്ലെങ്കിൽ അവരുടെ മക്തബയിൽ നിന്ന് ലഭിച്ചതോ അല്ലെങ്കിൽ ശിഷ്യന്മാർ വഴി ലഭിച്ചതോ എല്ലാം ആയിരിക്കും, ചിലതല്ല. അപ്പോൾ അതൊക്കെ ചേർത്തി പറയുന്ന പല കിതാബുകളും ഉണ്ടാവും. ചില പണ്ഡിതന്മാരുടെ കിതാബ് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഇത് ഇമാം അഹ്മദിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിച്ചിട്ടുള്ള സനദുള്ള ഒരു കിതാബാണ്. ഇനി ഇതിന്റെ തുടക്കം നമ്മൾ ഓരോ ഭാഗങ്ങൾ വായിക്കുകയും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയം പറയുകയുമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് സനദ് പറഞ്ഞതിന് ശേഷം ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്, യഖൂലു ഉസൂലുസ്സുന്നതി ഇൻദനാ, നമ്മുടെ അടുക്കൽ, അഥവാ ഇമാം അഹ്മദിന്റെ മൻഹജ് അഥവാ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകളുടെ അടുക്കൽ ഉസൂലുസ്സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അതിലാദ്യം അദ്ദേഹം പറഞ്ഞു, التمسك بما كان عليه أصحاب رسول الله صلى الله عليه وسلم والاقتداء بهم. ഏതൊരു നിലപാടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒരുമിച്ച് നിന്നത്, പിടിച്ചു നിന്നത്, അതിനെ മുറുകെ പിടിക്കുകയും അതിനെ മാതൃകയാക്കലും ചെയ്യലാണ്. വതർക്കുൽ ബിദ്അ, ബിദ്അത്തുകളെ ഒഴിവാക്കലാണ്. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാലത്തുൻ, എല്ലാ ബിദ്അത്തും എന്താണ്? വഴികേടാണ്. വതർഖുൽ ഖുസൂമാത്ത്, തർക്കം ഒഴിവാക്കുക എന്നതാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാ, ദേഹേച്ഛയുടെ അല്ലെങ്കിൽ ഇച്ഛകളുടെ, ദേഹേച്ഛ ഉദ്ദേശിച്ച് ഇച്ഛകളുടെ സ്വന്തം ഹവക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ഒപ്പം ഇരിക്കൽ ഒഴിവാക്കുക എന്നതാണ്. വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കുക, പരസ്പരം വാക്പോരുകൾ നടത്തുക എന്നിവ ഒഴിവാക്കലാണ് എന്ന് അദ്ദേഹം ആദ്യത്തിൽ ആരംഭിക്കുകയാണ്.
അപ്പൊ ഉസൂലു സുന്നത്തിന്റെ അടിസ്ഥാനമായി, അത് സുന്നത്തിന്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം ആദ്യം തന്നെ ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഏത് നിലപാടിൽ നിന്നുവോ, അവരേതൊരു നിലപാടിൽ ജീവിച്ചുവോ അതിനെ മാതൃകയാക്കുക എന്നതാണ്. ആരാണ് സ്വഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും ആ ഇസ്ലാമായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾക്കാണ് എന്ത് പറയുന്നത്? സ്വഹാബി എന്ന് പറയുന്നത്. കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണണമെന്ന് നിർബന്ധമില്ല. കാരണം പല സ്വഹാബികൾ എന്താണ്? അന്ധന്മാരായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുഹബത്ത് ഉണ്ടാവുക. ഇനി അത് അത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവരെല്ലാം സ്വഹാബി എന്ന നിലക്കാണ് പരിഗണിക്കുക. എന്നാൽ സുഹബത്തിന്റെ ആധിക്യം കൂടുകയും കുറയുകയും ചെയ്യാം. കുറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്ന ഒരാളും കുറച്ചു നേരത്തേക്ക് അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളും വ്യത്യസ്തമാണ്, സ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ അവരെല്ലാം സ്വഹാബി എന്ന ഇനത്തിൽ നാം പരിഗണിക്കുന്നതാണ്. സുഹബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായിരുന്നു അല്ലെങ്കിൽ ഒരു സ്വഹാബി ആയിരുന്നു എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. വളരെ മറ്റാർക്കും ലഭിക്കാൻ, നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സ്ഥാനമാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറയാറുണ്ടായിരുന്നു, അൽ ഖുബാറുല്ലദീ ദഖല ഫീ അൻഫി മുആവിയ ഫീ ജിഹാദിഹി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദലു ബിവർഇ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദ് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിലെങ്ങാനും പറ്റിയിട്ടുള്ള പൊടികണങ്ങൾ എന്നുള്ളത് ഏതിനോട് വരെ മികച്ചതാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ വറഇനോളം മികച്ചതാണ് എന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള അറിയപ്പെട്ട ഖലീഫയായിരുന്നു. വളരെയധികം വറഉള്ള, ശ്രേഷ്ഠനായിട്ടുള്ള, ഇൽമുള്ള നേതാവായിരുന്നു. പക്ഷേ അത്രത്തോളം പദവി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സ്ഥാനം പദവിയുണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠനാവും. കാരണം എന്താണ്? അദ്ദേഹം സ്വഹാബിയായി എന്നുകൊണ്ട് മാത്രം. അപ്പൊ സ്വഹാബികളുടെ മാതൃക പിൻപറ്റലാണ് ഉസൂലു സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒന്നാമതായിട്ട് ഇമാം അഹ്മദ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ദീനിൽ ദീന് അനുസരിച്ച് ജീവിച്ച് പരലോകം നമുക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദീനിലെ ഒരു ഇബാദത്താവട്ടെ, ഒരു വിശ്വാസമാവട്ടെ, ഒരു കർമ്മമാവട്ടെ, ഒരു മുആമലത്താവട്ടെ, എന്തൊരു കാര്യമാവട്ടെ, ഒരു സംസ്കാരമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ. കാരണം അത് മാത്രമാണ് ഏറ്റവും നേരായ പാത. അത് മാത്രമാണ് നാളെ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗം. അതല്ലാത്തത് പിഴച്ചതായിരിക്കും. ഇതാണ് ഏറ്റവും അടിസ്ഥാനം ഇതാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, വതർകുൽ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാലത്തുൻ. രണ്ടാമത്തേത് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ബിദ്അത്തുകൾ ഒഴിവാക്കുക എന്നാണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കാത്ത പുതിയ കാര്യങ്ങൾ, അതിനാണ് എന്ത് പറയുന്നത്? ബിദ്അത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മൻഹജിൽ നിന്ന്, അഖീദയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാതയിൽ നിന്ന് ഒരാളും ഷഹ്വാനിയായിട്ടുള്ള തിന്മകൾ കൊണ്ട് പുറത്താകില്ല. ഒരാൾ വ്യഭിചരിച്ചതുകൊണ്ട് അയാൾ അഹ്ലുസുന്ന എന്ന് പുറത്താവൂല. ഒരാൾ മദ്യപിച്ചുകൊണ്ട് അയാൾ അഹ്ലുസുന്ന എന്ന് പുറത്താവൂല. അയാൾ ഈമാൻ കുറഞ്ഞവനായിരിക്കും, പക്ഷേ യഥാർത്ഥ മൻഹജിൽ നിന്ന് പുറത്താവില്ല. ഒരാൾ മൻഹജിൽ നിന്ന് പുറത്താവും. എന്തുകൊണ്ടാണ്? ബിദ്അത്ത് കൊണ്ടാണ്. സ്വഹാബികൾ മനസ്സിലാക്കാത്ത രീതിയിൽ ദീനിൽ എന്തെങ്കിലും വിശ്വാസമോ കർമ്മങ്ങളോ കൊണ്ടുവന്നാൽ അവനാണ് ഈ മൻഹജിൽ നിന്ന് പുറത്താവുക. ഷഹ്വാനിയായ ഇച്ഛകൾ കൊണ്ട് ഒരാളും ഈ മൻഹജിൽ നിന്ന് പുറത്താകില്ല. എന്നാൽ അവൻ ഈമാൻ ദുർബല ഈമാനുള്ളവനായിരിക്കും, പക്ഷേ മൻഹജിൽ നിന്ന് പുറത്താകില്ല. അതാണ് ബിദ്അത്തിന്റെ ഗൗരവം. ബിദ്അത്ത് അപകടം നിറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനി വിഷയത്തിൽ നാം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. അത് അല്ലാഹു തആല സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കലാണ്.
അത് വഴികേടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അറിയപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുന്ന ഒരാൾ ഉപദേശം നൽകുന്നത് പോലെ ഉപദേശം നൽകിയ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ധാരാളം ഖിലാഫുകൾ കണ്ടെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നാം ഗൗരവത്തിലെടുക്കണം. കാരണം പല ആളുകളും ദീനിന്റെ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ആളുകൾ പരസ്പരം ഓരോ അഭിപ്രായത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് ദീനൊന്നും വേണ്ട, ഞാൻ ഇതിന്റെ പിന്നാലെ പോകുന്നില്ല, ഇവരൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കുന്നത് കാണാം. പക്ഷെ വേറൊരു വിഷയത്തിലും അവർക്ക് ആ നിലപാടുണ്ടാവില്ല. ഒരു കച്ചവടത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിലോ കുറെ കാര്യങ്ങൾ അത് ഒഴിവാക്കുക അവർ പറയില്ല. പക്ഷെ ഇതിന്റെ വിഷയത്തിൽ പലരും കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അതിനെല്ലാം ഉള്ള പരിഹാരം പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ. നിങ്ങൾക്കതാ എന്റെ സുന്നത്തുണ്ട്, ഞാൻ പഠിപ്പിച്ചു പോയിട്ടുള്ള ഒരു വിശ്വാസവും കർമ്മവും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എന്നെ പിൻപറ്റി വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അതിനുശേഷമുള്ള സഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരുടെ മാതൃകയും നിങ്ങൾക്കുണ്ട്. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അതിനെ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്ത് വന്നാലും ആ മാർഗത്തിൽ നിന്ന് വിട്ടുപോകരുത്. എന്ത് പരീക്ഷണം വന്നാലും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ദീനിൽ ഉണ്ടാക്കിയിട്ടുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും അത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, പുതുതായി ഉണ്ടാക്കിയതെല്ലാം ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പറയുന്ന വിഷയങ്ങൾ തർക്കവും മറ്റുമെല്ലാം അടുത്ത ഇതിൽ വിശദമായി വരുന്നുണ്ട്, അതിൽ നമ്മൾ വിശദീകരിക്കാം. അതിനുശേഷം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് തുടരുകയാണ്, വസുന്നതു ഇൻദനാ ആഥാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് സുന്നത്ത് എന്ന് പറയാൻ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ള, അനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. വസുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ, സുന്നത്ത് എന്നുള്ളത് ഖുർആനിനെ വിശദീകരിക്കും. വഹിയ ദലായിലുൽ ഖുർആൻ, അത് ഖുർആനിന്റെ തെളിവുകളും ഖുർആനിനെ അറിയിക്കുന്നതുമാണ്. വലൈസ ഫിസ്സുന്നതി ഖിയാസുൻ, സുന്നത്തിൽ വ്യക്തമായി വന്നിട്ടുള്ള ഒരു പ്രമാണത്തിൽ പിന്നീട് ഒരു താരതമ്യ പഠനത്തിനുള്ള വകുപ്പില്ല. പിന്നെ ഒരു താരതമ്യം ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് പറയാൻ പാടില്ല. വലാ തുദ്റബു ലഹ അൽ അംസാൽ, അതിന് ഉപമകളും പറയരുത്. വലാ തുദ്റകു ബിൽ ഉഖൂലി വൽ ലഹ്വ, ആ സുന്നത്തിനെ ബുദ്ധി കൊണ്ടോ ഇച്ഛകൾ കൊണ്ടോ അതിനെ മനസ്സിലാക്കാൻ നിൽക്കരുത്. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർകുൽ ഹവ, എന്താണ് ഉണ്ടാകേണ്ടത്? അതിനെ പിൻപറ്റുകയും ഇച്ഛകളെ ഒഴിവാക്കുകയുമാണ് വേണ്ടത്. ഈ വിഷയം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തേത് പറഞ്ഞു, വസുന്നതു ഇൻദനാ ആഥാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളാണ്. നമുക്കറിയുന്ന കാര്യമാണ് എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം പറഞ്ഞു, വസുന്നതു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ, ഖുർആനിനെ വിശദീകരിക്കുന്നതും അറിയിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് സുന്നത്ത് എന്നുള്ളത്. ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആനിനെ വിശദീകരിക്കുന്ന കാര്യമാണ് സുന്നത്ത്. 3 രീതിയിലാണ് ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 3 രീതിയിലാണ് ഖുർആനിനെ സുന്നത്ത് വിശദീകരിക്കുക. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിൽ ഒരു കാര്യം വന്നിട്ടുണ്ടാകും, അതേപോലെ തന്നെ സുന്നത്തിലും വന്നിട്ടുണ്ടാകും. ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ സുന്നത്തിൽ ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിൽ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞു, സക്കാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു, വാജിബാണെന്ന് പറഞ്ഞു. ഹദീസിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ടാകും. നിസ്കാരം നിർബന്ധമാണെന്ന് വന്നിട്ടുണ്ട്, സക്കാത്ത് നിർബന്ധമാണെന്ന് വന്നിട്ടുണ്ട്. ഖുർആനിൽ വന്നതുപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ടാകും. രണ്ടാമത്തെ ഇനം, ഖുർആനിൽ മുജ്മലായിട്ട് മൊത്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഹദീസിലൂടെ പ്രത്യേകമായിട്ട് അതിനെ വിശദീകരിക്കും. ഖുർആനിൽ മൊത്തമായിട്ട് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഹദീസിലൂടെ വ്യക്തമായി വിശദീകരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പൊ നിസ്കാരം തന്നെ, നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയം, റക്അത്തുകളുടെ എണ്ണം, നിസ്കാരത്തിന്റെ രൂപം, അതെല്ലാം എവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്. അല്ലെങ്കിൽ കട്ടെടുത്ത ഒരു വ്യക്തിയുടെ, ഒരു കള്ളന്റെ കൈ മുറിച്ചു കളയണം, കൈ എവിടെയാണ് മുറിക്കേണ്ടത്, എത്ര കട്ടെടുത്താലാണ് മുറിക്കേണ്ടത്, ഇതെല്ലാം ഹദീസിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകും. മൂന്നാമത്തെ ഒരു ഇനം, ഖുർആനിൽ പറയപ്പെടാത്ത, ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടാകും. ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തിബാ ചെയ്യണം, അതിനെയും പിൻപറ്റണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹാ വലാ ബൈനൽ മർഅതി വഖാലതിഹാ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ പിതൃ സഹോദരിയെയോ അല്ലെങ്കിൽ മാതൃ സഹോദരിയെയോ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. ഒരാള് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ്, ആ സ്ത്രീയുടെ ഉപ്പാന്റെ സഹോദരിയെയോ അതേപോലെ അല്ലെങ്കിൽ ഉമ്മാന്റെ സഹോദരിയോ രണ്ടാമത്തെ ഭാര്യയായിട്ട് ഒരുമിച്ച് ഒരേ സമയം കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഹദീസിലാണ് വന്നിട്ടുള്ളത്, ഖുർആനിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അങ്ങനെ പല നിയമങ്ങളും വന്നിട്ടുണ്ടാകും. ഇപ്പോ ഹറാമായ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ തേറ്റയുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ കൊളുത്തി വലിക്കുന്ന പക്ഷികളുടെ അതിന്റെ എല്ലാം മാംസം അത് നിഷിദ്ധമാണ് എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടില്ല, ഹദീസിലാണ് വന്നിട്ടുള്ളത്. ഈ നിലക്ക് ഖുർആനിനെ വിശദീകരിക്കുന്നതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ടാകും. അപ്പൊ ഖുർആനിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് തരത്തിലും ഖുർആനിനെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ഹദീസുകൾ. അപ്പൊ ഹദീസ് എന്നുള്ളത് സഹോദരങ്ങളെ, ചില ആളുകൾക്ക് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട്. അത് നമ്മൾ മാറ്റണം, അത് നമ്മൾ ഒഴിവാക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പിൻപറ്റേണ്ട, എനിക്ക് മാതൃകയാക്കിയിട്ടുള്ള, ഞാൻ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു ഹദീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഹദീസ് ചിലപ്പോൾ ഒരു വരിയായിരിക്കും അല്ലെങ്കിൽ കുറച്ചായിരിക്കും, അതിനുവേണ്ടി മാത്രം 6 മാസത്തോളം മരുഭൂമികളിലൂടെ യാത്ര ചെയ്തിട്ട് പോയ സലഫുകൾ ഉണ്ടായിട്ടുണ്ട്. ആ യാത്രയിൽ ചോര മൂത്രിച്ചു പോയ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ആ യാത്രയിൽ ദാഹിച്ചിട്ട് വേറെ വെള്ളമൊന്നുമില്ലായിട്ട് താൻ ഒഴിച്ച മൂത്രം തന്നെ കുടിച്ച മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോയത്? ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ടായിരിക്കും, ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ടായിരിക്കും. എന്താണ് അവർ ഹദീസിന് കൊടുത്ത വില? നമ്മൾ ചില ആളുകൾ ഹദീസ് അത് സുന്നത്തല്ലേ, നമുക്ക് ഒഴിവാക്കാം, അത് ചെറിയ നിസ്സാരമായ കാര്യമില്ല, ഒഴിവാക്കാന്ന് പറയും. പക്ഷെ ഇത്രയധികം ത്യാഗം സഹിച്ച് ഒരു ഹദീസ് അവർ തേടിയത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വഹി, അത് ലഭിക്കാതെ, അതറിയാതെ ഞാൻ മരണപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ആ ഹദീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, ഹദീസിന്റെ വിലയും പ്രാധാന്യവും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മുൻഗാമികൾ ഈ ത്യാഗമെടുത്തത്. അപ്പൊ സുന്നത്ത് എന്ന് പറയുമ്പോൾ, ഈ ഹദീസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു, വലൈസ ഫിസ് സുന്നത്തി ഖിയാസുൻ വലാ തുദ്റബു ലഹൽ അംസാൽ. സുന്നത്തിൽ ഖിയാസ് ഇല്ല. ഖിയാസ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക എന്നെല്ലാം പറയും. ഖിയാസ് രണ്ട് രീതിയിലുണ്ടാവും. ഖിയാസ് ശർഈ ഉണ്ടാവും, ഖിയാസുൽ അഖ്ലി ഉണ്ടാകും. ശർഈ ആയിട്ടുള്ള ഖിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരു നെസ് വന്നു, ഒരു പ്രമാണം വന്നു, ഗോതമ്പിന്റെ വിഷയത്തിൽ ഇന്നത് പലിശയാണെന്ന് ഒരു ഹദീസ് വന്നു വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉലമാക്കൾ ഈ ഗോതമ്പിന്റെ വിഷയത്തിൽ വന്നതുകൊണ്ട് ബാക്കിയുള്ള ധാന്യത്തിനും അത് ബാധകമായിരിക്കും. അവർ താരതമ്യം ചെയ്യും. അരിയുടെ വിഷയത്തിലും ഇന്ന രീതിയിൽ അതെന്താവും, പലിശയാകും എന്നത് താരതമ്യം ചെയ്യും. ഇത് ഖിയാസ് ശർഈയാണ്. പല വിഷയങ്ങളിലും, ഇപ്പൊ ഇന്ന് കാലത്ത് പുതുതായി വരുന്ന പല മസ്അലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പല കാര്യങ്ങളുമായിട്ട് ഖിയാസ് ചെയ്യേണ്ടി വരും. ഇന്ന് മാത്രമല്ല, മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. അവ തെളിവുകളെ പരിഗണിച്ചുകൊണ്ട് ഖിയാസ് ചെയ്യുക, ദീനിന്റെ എന്തെങ്കിലും മസ്അലയിൽ ഖിയാസ് ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ഇമാം അഹ്മദ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഖിയാസുൽ അഖ്ലി ആണ്. ബുദ്ധി കൊണ്ട് ഒരുത്തൻ താരതമ്യം ചെയ്യുക, പ്രമാണത്തെ പരിഗണിക്കാതെ ഇതിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു വിശ്വാസം വന്നു, വിശ്വസിക്കേണ്ട ഒരു കാര്യം വന്നു, അതിങ്ങനെയായിരിക്കും എന്ന് അവന്റെ ബുദ്ധിക്ക് തോന്നുന്ന അനുസരിച്ചിട്ട് പ്രമാണത്തെ പരിഗണിക്കാതെ പോകുന്ന അവസ്ഥ. ഇമാം അഹ്മദ് പോലെയുള്ള പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ഖിയാസ് ശർഈയും ഈ പ്രമാണത്തെ വിട്ടുകൊണ്ട് അതിര് വിട്ടുപോകുന്ന ചില ആളുകളുണ്ട്, ഗുലൂവ് സംഭവിക്കുന്ന ചില ആളുകളുണ്ട്. ഖിയാസ് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് മാത്രം പരിഗണിക്കുന്ന ചില ആളുകൾ, അവരെയും ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായ ഉദ്ദേശം പ്രമാണങ്ങളെക്കാൾ, എളുപ്പത്തിൽ മനസ്സിലായ രീതിയിൽ പറയാം, പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. അതെന്തല്ല, ഈ അഹ്ലുസുന്നയുടെ മൻഹജിൽപ്പെട്ട കാര്യമല്ല.
ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. അതിനൊരു ഉപമ പറയുക എന്നുള്ളതും രീതിയല്ല. എന്താണ് പിന്നെ വേണ്ടത്? ഇന്നമാ ഹുവൽ ഇത്തിബാ വതർകുൽ ഹവാ. എന്താണ് നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ളത്? ഇത്തിബാ ആണ്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടുള്ള വിശ്വാസമാവട്ടെ കർമ്മമാവട്ടെ അത് അംഗീകരിക്കുകയും അതിൽ കീഴൊതുങ്ങുകയും അതിനെ പിൻപറ്റുകയുമാണ് വേണ്ടത്. നമ്മുടെ ഇച്ഛക്കനുസരിച്ച് അതിനെ പിന്തുടരുകയല്ല വേണ്ടത്. ഇന്ന് പല ആളുകൾക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, സ്വഹാബികൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശരിയായി തോന്നുന്നില്ല. അതങ്ങനെയല്ലല്ലോ വരേണ്ടത്. അവന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നുണ്ടോ ഉള്ളതാണ്, അവന്റെ ബുദ്ധിക്ക് അത് ശരിയായി തോന്നുന്നുണ്ടോ ഉള്ളതാണ്. അങ്ങനെ ഒരിക്കലും എന്തില്ല, ദീനിലില്ല. നിങ്ങൾ സ്വഹാബികളുടെ പാത പിൻപറ്റാനാണോ ആഗ്രഹിക്കുന്നത്? സ്വഹാബികൾ ജീവിച്ച ആ പാതയിൽ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? സ്വഹാബികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിനാണോ ആഗ്രഹിക്കുന്നത്? ആ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ, ഹദീസുകളെ, ഖുർആനിനെ അംഗീകരിക്കാനും നമ്മുടെ ബുദ്ധിയേക്കാൾ അതിന് കീഴൊതുങ്ങാനും നമുക്ക് മനസ്സുണ്ടാവണം. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് സാധിക്കില്ല, ആ പാതയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും അഹ്ലുസുന്ന വൽ ജമാഅ ഇമാം ബർബഹാരി അദ്ദേഹത്തിന്റെ ശർഹ് സുന്നയിൽ പറയുന്നുണ്ട്, വഅലം റഹിമക്കല്ലാഹ് അന്നഹു ലൈസ ഫിസ്സുന്നതി ഖിയാസ്, സുന്നത്തിൽ ഖിയാസ് ഇല്ല. വലാ തുദ്റബു ലഹൽ അംസാൽ, അതിനൊരു ഉപമ പറയരുത്. വലാ തത്തബിഅ ഫീഹാ അൽ അഹ്വാ, നിങ്ങൾ അതിൽ ഈ സ്വന്തം ഇച്ഛയെ പിൻപറ്റരുത്. ബൽ ഹുവ തസ്ദീഖു ബിആഥാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള അസറുകളെ സത്യപ്പെടുത്തലാണ്. ബിലാ കൈഫ വലാ ശർഹ, അത് എങ്ങനെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. വലാ യുഖാലു ലിമ വലാ കൈഫ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ള ചോദ്യവും നിങ്ങൾക്ക് എന്തില്ല, ഹദീസുകളുടെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിന്റെ പിന്നിൽ ആവശ്യമില്ല. ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്, ചില വിഷയങ്ങളിൽ ചോദിക്കുന്ന ആളുകളുണ്ട്, അതിനെപ്പറ്റി തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ സുന്നത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഖുർആനിനെ വിശദീകരിക്കുന്നതാണ്, അതിൽ കീഴൊതുങ്ങലാണ്, അതിനെ പിൻപറ്റലുമാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, അസ്സുന്നത്തുൽ ലാസിമത്തുൽ ലതി മൻ തറക മിൻഹാ ഖസ്ലതൻ ലം യഖ്ബൽഹാ വയുമിൻ ബിഹാ ലം യകുൻ മിൻ അഹ്ലിഹാ. സ്ഥിരപ്പെട്ട സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ അംഗീകരിക്കാതിരിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുകയും അതിനെ തള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സുന്നത്തിന്റെ ആളായി മാറില്ല. ഒരു സുന്നത്തിനെ അവൻ ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ സുന്നത്ത് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അഹ്ലുസുന്നയുടെ അഖീദ മൻഹജ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ അതിന്റെ ആളായി മാറില്ല. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ്. അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി, അതിൽ ഒരുപാട് ആളുകൾ പിഴച്ചുപോയിട്ടുള്ള സ്വഹാബികളുടെ കാലത്ത് തന്നെ വന്നിട്ടുള്ള പിഴച്ച ഒരു സംഘമാണ് ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അവരെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിന്റെ വിഷയത്തിലുള്ള ഈമാൻ, അതിന്റെ ഖൈറും ഷർറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ومن السنة اللازمة التي من ترك منها പറഞ്ഞു. എന്നിട്ട് പറയാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി والتصديق بالاحاديث فيه, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ സത്യപ്പെടുത്തണം. വൽ ഈമാനു ബിഹ, അതിൽ വിശ്വസിക്കണം. ലാ യുഖാലു ലിമ വലാ കൈഫ, അതിനെ പറ്റിയിട്ട് എന്ത് ചോദിക്കാൻ പാടില്ല, എന്തുകൊണ്ട്, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. ഇന്നമാ ഹുവ തസ്ദീഖ് വൽ ഈമാനു ബിഹ, എന്താണ് ഉണ്ടാവേണ്ടത്, അതിനെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുകയുമാണ് വേണ്ടത്. വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസ്, ഇനി ആർക്കെങ്കിലും വന്നിട്ടുള്ള ഹദീസിനെ മനസ്സിലാക്കുന്നില്ല, അതിന്റെ വിശദീകരണം മനസ്സിലാകുന്നില്ല, വയബ്ലുഹു അഖ്ലഹു, അവന്റെ ബുദ്ധി കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഫഖദ് കുഫിയ ദാലിക വഹ്കിമ ലഹു, അവൻ അതിൽ ഒതുങ്ങണം, കീഴൊതുങ്ങണം, അതിനെ അംഗീകരിക്കണം. ഫഅലൈഹി അൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു, അതിൽ ഈമാൻ ഉണ്ടാവുകയും കീഴൊതുങ്ങുകയുമാണ് വേണ്ടത്. മിസ്ലു ഹദീസി അസ്സാദിഖുൽ മസ്ദൂഖ്, അസ്സാദിഖുൽ മസ്ദൂഖ് എന്ന് വന്നിട്ടുള്ള ഹദീസ് പോലെ. ഇനി അടുത്ത വിഷയം ഇതിൽ പറയുന്നത് ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഖദറിലുള്ള വിശ്വാസം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കാലത്ത് തന്നെ, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെല്ലാം ഹദീസ് ജിബ്രീൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഹദീസ് ജിബ്രീൽ ഉദ്ധരിക്കാനുള്ള കാരണം തന്നെ
ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ രണ്ടാളുകൾ ബസ്റയിൽ നിന്ന് മറ്റോ വന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, അവർ ഖുർആൻ ഓതുന്നുണ്ട്, ബാക്കിയെല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർ പറയുന്നു ഖദറിനെ നിഷേധിക്കുന്നുണ്ട്, ഖദറിനെ നിഷേധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുകയും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം അവർക്കില്ല, അതിനെ നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏത് ഹദീസ് ഉദ്ധരിക്കുന്നത്? ഹദീസ് ജിബ്രീൽ ഈ വ്യക്തികൾക്ക് ആ റിവായത്ത് ഉദ്ധരിച്ചു കൊടുക്കുന്നത്. കാരണം അതിൽ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖദറിലുള്ള വിശ്വാസം യഥാർത്ഥ രൂപത്തിലായില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും, അവൻ പഴച്ചവനായിരിക്കും, അവൻ യഥാർത്ഥ അഹ്ലുസുന്നയുടെ മൻഹജിൽപ്പെട്ട ഒരാളാകില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് ശരിയാവുക എന്നുള്ളത് സ്വഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവന്റെ തൗഹീദിന്റെ പൂർത്തീകരണമാണത്. നിളാമു തൗഹീദാണ് ഖദറിലുള്ള വിശ്വാസം. നിളാമു തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ സംഹിത, അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. അപ്പൊ ഖദറിലുള്ള വിശ്വാസത്തിൽ പിഴച്ച ആളുകളുണ്ട്, ഖദരിയാക്കൾ എന്ന് പറയും. എന്താണ് അവരുടെ പിഴവ്? അവർ പറഞ്ഞു ഖദർ എന്നുള്ള ഒരു കാര്യം ഇല്ല. അല്ലാഹു തആലയ്ക്ക് അതിൽ ഏറ്റവും പിഴച്ച ആളുകൾ, കുഫറിലെത്തിയ ആളുകൾ, അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിവില്ല. ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് അല്ലാഹു അത് അറിയുന്നുള്ളൂ. രണ്ടാമത് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ നിഷേധിച്ചു. അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇത് ഖദരിയാക്കളിൽ വലിയ കുഫ്ർ സംഭവിച്ച ആളുകളുടെ വാദമാണ്. ഖദറിലുള്ള വിശ്വാസത്തിന് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന 4 മർത്തബകളുണ്ട്. ഒരാളുടെ ഖദറിലുള്ള വിശ്വാസത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ഒന്നാമത്തേത് ഇൽമാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ്. അല്ലാഹുവിന്റെ ഇൽമ് എല്ലാത്തിനെയും മുൻകടന്നിട്ടുണ്ട്. ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന് അതിനെക്കുറിച്ച് അറിയാം. അള്ളാഹുവിന്റെ ഇൽമ് 4 മർത്തബയിലാണ്. ഒന്ന്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു അറിയുന്നുണ്ട്, സംഭവിച്ചു കഴിഞ്ഞത് അള്ളാഹു അറിയുന്നുണ്ട്, സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ഇനി ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും അള്ളാഹുവിനറിയാം. ഈ 4 കാര്യത്തിൽ അപ്പൊ ഇൽമ് അള്ളാഹുവിനെ കടന്നുപോയിട്ടുണ്ട്. ഇത് ആദ്യം വിശ്വസിക്കണം. രണ്ടാമത്തേത് കിതാബത്താണ്. കിതാബത്ത്, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമോ അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹദീസിൽ വന്നതാണ്, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഖദറുകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിഷേധിച്ചവർ ഖദരിയാക്കളിൽ വളരെ തീവ്ര നിലപാടുള്ള ആളുകളാണ്, കുഫറിലാണെന്ന് വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഇനി 2 മർത്തബകൾ കൂടി ഉണ്ട്. മൂന്നാമത്തേത് അൽ ഇറാദത്തു വൽ മശീഅ. അള്ളാഹുവിന്റെ ഇറാദത്തും മശീഅത്തും, അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അറിവ് കടന്നുപോയിട്ടുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നാലാമത്തേത് അൽ ഖൽഖ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞല്ലോ, ഈ 4 മർത്തബകൾ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ദലീലുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ വിശാലമായി പറയാത്തതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഈ 4 മർത്തബകളിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ 2 നിഷേധിച്ച ആളുകൾ ഖദരിയാക്കളിലെ തീവ്രമായ കുഫ്റുള്ള ആളുകൾ. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവർ ഈ 4 അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല. അത് അടിമയുടെ സ്വന്തം കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് നമ്മുടെ സൃഷ്ടിയാണ് എന്ന നിലക്ക് അംഗീകരിക്കുന്ന ആളുകൾ. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി ചെയ്യുന്ന പ്രവർത്തനം എങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയാവാതിരിക്കുക?
നമ്മളും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള, ഏറ്റവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിനോട് യോജിച്ചിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള വിശ്വാസമാണ്. അപ്പൊ ഖദരിയാക്കൾ ഈ ഖദർ എന്നുള്ള കാര്യമില്ല എന്ന് നിഷേധിച്ചു. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് ഖദറിന്റെ വിഷയത്തിൽ പിഴച്ച ആളുകൾ. അവർ ജബരിയാക്കളാണ്. ജബരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൂട്ടരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഖദറാണ്. മനുഷ്യന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനോ ചെയ്യാനുള്ള ഒരു അവകാശമില്ല. എല്ലാം നിർബന്ധിതമായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഒരാള് ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇല കാറ്റത്ത് ആടുന്നു വിചാരിക്കുക. ആ ഇല സ്വയം ആടുന്നതാണോ? അല്ല, കാറ്റടിച്ചപ്പോൾ ആടുകയാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് യാതൊരു അധികാരവുമില്ല, അള്ളാഹു നിർബന്ധിച്ച് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നാണ് അവരുടെ വിശ്വാസം. അത് നമുക്ക് ഒരു ബുദ്ധിക്ക് യോജിക്കാൻ പറ്റൂല അത്. കാരണം നമുക്കറിയാം നമ്മുടെ ഇച്ഛകൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരിക്കലും ശരിയല്ല. ഈ കൂട്ടർ രണ്ട് രീതിയിലായിട്ടുണ്ട്. ഈ ജബരിയാക്കൾ വിശ്വാസമുള്ളവർ രണ്ട് രീതിയിലായിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ശിർക്കിനും കുഫറിനും അവർ ഖദറിനെ ന്യായീകരിക്കും. അവര് ചെയ്യുന്ന ശിർക്കിനും കുഫറിനും ഖദറിനെ ന്യായീകരിക്കും. മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ ലൗ ശാ അല്ലാഹു മാ അശ്റക്ന വലാ ആബാഉന, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ ശിർക്ക് ചെയ്യില്ലായിരുന്നു. അവരെ ശിർക്കിന് എന്തിലേക്ക് ഇട്ടു? അള്ളാഹുവിന്റെ മശീയത്തിലേക്ക് ഇട്ടു. രണ്ടാമത്തെ ഒരു കൂട്ടർ ഇബിലീസിനെ കുറ്റം പറയുന്നവർ. അവര് പറയും ഞങ്ങൾ ചെയ്യുന്ന തിന്മകളെല്ലാം അത് ഇബിലീസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ഇബിലീസോ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പൊ അള്ളാഹു ഞങ്ങളോട് ദുൽമു ചെയ്യുകയാണ്, അള്ളാഹു ഞങ്ങളോട് അക്രമം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ജബരിയാക്കളിൽ രണ്ട് വാദമുള്ള ആളുകളുണ്ട്. ഇതെല്ലാം പിഴച്ച വാദങ്ങളും പിഴച്ച മാർഗങ്ങളുമായിട്ട് തിരിഞ്ഞു പോയിട്ടുള്ള അവസ്ഥയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രത്യേകമായിട്ട് അള്ളാഹിന്റെ ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. അത് നമ്മൾ അംഗീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താവില്ല, അത് ഉൾക്കൊള്ളാൻ സാധിക്കാനോ മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പ്രത്യേകം പറഞ്ഞത് വമൻ ലം യഅരിഫ് തഫ്സീറൽ ഹദീസ് വയബ്ലുഹു അഖ്ലഹു ഫഖദ് കുഫിയ ദാലിക വഹ്കിമ ലഹു ഫഅലൈഹി അൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു. ആർക്കെങ്കിലും ഈ ഹദീസുകളെ അതിന്റെ വിശദീകരണം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതില് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ ബുദ്ധി അവനെ മറികടക്കുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അതിനെ അംഗീകരിച്ച് അതിൽ കീഴൊതുകയാണ് വേണ്ടത്. കാരണം മനുഷ്യന്റെ ബുദ്ധി എത്ര വലുപ്പമുണ്ടാവും? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഈ ദുനിയാവിലുള്ള കാര്യങ്ങൾ തന്നെ മുഴുവൻ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തായിട്ടുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക? പഠിച്ചു ഉൾക്കൊള്ളാൻ എങ്ങനെയാണ് സാധിക്കുക? അവൻ ചെയ്യേണ്ടത് എന്താണ്? അതിൽ കീഴൊതുങ്ങുകയാണ് വേണ്ടത്. എന്നിട്ടാണ് ഉദാഹരണം കൊടുത്തത് മിസ്ലു ഹദീസി അസ്സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖ് എന്നുള്ള ഹദീസ്. ഏതാണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസ് തുടങ്ങുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അസ്സാദിഖ് അൽ മസ്ദൂഖ്, സത്യം പറയുന്നവനാണ്, സത്യപ്പെടുത്തപ്പെട്ടവനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ ഹദീസിൽ പറയുന്ന കാര്യം മനുഷ്യന്റെ ബുദ്ധിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നിട്ട് ആ ഹദീസിന്റെ ലഫ്ള് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. നിങ്ങൾ ഓരോരുത്തരും ഇതെന്നാ പറയുന്നത് ആലോചിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 40 ദിവസം ഒരു നുത്ഫയായിട്ട്, ഒരു തുള്ളിയായിട്ട്, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു ഗണമായിട്ട് നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ثم يكون في ذلك علقة مثل ذلك, അതുപോലെ തന്നെ ഒരു ബീജമായിട്ട് വീണ്ടും ഒരു ഭ്രൂണവും ബീജവുമായിട്ട് 40 ദിവസം. ഒന്നാമത്തെ ബീജം, രണ്ടാമത്തെ ഭ്രൂണം, അങ്ങനെ 40 ദിവസമായി. പിന്നെ ثم يكون في ذلك مضغة مثل ذلك, അതുപോലെ തന്നെ മുദ്ഗയായിട്ട് ഒരു മാംസ കഷ്ണമായിട്ട് 40 ദിവസം. അപ്പൊ 40 ദിവസം, 120 ദിവസം. ثم يرسل الملك فينفخ فيه الروح ويؤمر ب4 كلمات, ഒരു മലക്കിനെ നിയോഗിക്കപ്പെടും.
ആ മലക്ക് നിയോഗിക്കപ്പെട്ടാൽ ആ മലക്ക് ഈ 120 ദിവസം ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിട്ടുള്ള ഓരോരുത്തരുടെയും മേലെ റൂഹിനെ ഊതപ്പെടും. അവിടെ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. ബികത്ബി റിസ്ഖിഹി വഅജ്ലിഹി വഅമലിഹി വശഖീൻ ഔ സഈദ്, അവന്റെ ഉപജീവനം, അവന്റെ ആയുസ്, അവന്റെ കർമ്മങ്ങൾ, അവൻ സൗഭാഗ്യവാനാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യമായിട്ട് എന്താണ് അവസ്ഥ, പരലോകത്തിൽ എന്തായിരിക്കും എന്നുള്ള ഈ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും. ഇതാർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അതായത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണോ? അല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഫവല്ലദീ ലാ ഇലാഹ ഗൈറു ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലഹാ. ഒരാൾ അവൻ എന്ത് അവസ്ഥയിലായിരിക്കും? സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവനും സ്വർഗവും തമ്മിൽ ഒരു ചാണ് ദൂരമുള്ളൂ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഉറപ്പായിരിക്കും. ആ സമയത്ത് അവന്റെ കിതാബ് അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ അത് മുൻകടന്ന് അവൻ നരകാവകാശിയുടെ കർമ്മം ചെയ്ത് നരകത്തിൽ പ്രവേശിക്കപ്പെടും. അതുപോലെ തന്നെ നരകാവകാശിയുടെ കർമ്മം ചെയ്യുന്ന ഒരാൾ നരകത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. പക്ഷെ അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതുപോലെ സ്വർഗാവകാശിയുടെ കർമ്മം ചെയ്ത് സ്വർഗാവകാശി ആവുകയും ചെയ്യും. ഈ ഹദീസ് അംഗീകരിക്കുന്നത് പോലെ ഈ വിഷയവുമായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമ്മൾ അംഗീകരിക്കണം. കാരണം ഇതൊരിക്കലും എന്തല്ല, നമ്മൾ പറയേണ്ടത് വഹീനോട് സുന്നത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോടുള്ള തസ്ലീം, അതിലുള്ള ഈമാൻ, അതിലുള്ള കീഴൊതുങ്ങൽ, അതാണ് ഈ അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനപ്പുറത്തേക്ക് സ്വന്തം ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്താൽ അവൻ എവിടെ എത്തിച്ചേരാം, എന്തും പറയാം. അവനെന്തില്ല, ഒരു അടിസ്ഥാനമല്ല, ഒരു പ്രമാണമല്ല. അതുകൊണ്ട് തന്നെ ഖദറിന്റെ വിശ്വാസത്തിൽ പിഴച്ചുപോയ ഈ ആളുകൾ ഈ 2 അറ്റത്തായിട്ട് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ ഈ വിഷയത്തിൽ ഏറ്റവും മധ്യമ നിലപാടിൽ നിലകൊള്ളുകയും അതിൽ തസ്ലീം, അതിൽ കീഴൊതുങ്ങുകയും ചെയ്യുന്നവരാണ്. അതാണ് സ്വഹാബികൾ നിലകൊണ്ടിട്ടുള്ള മാർഗം. എന്നിട്ട് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ എന്ന് തുടർച്ചയായിട്ട് പറയുകയാണ്, വമിസ്ലു മാ കാന മിസ്ലഹു ഫിൽ ഖദർ, ഖദറിന്റെ വിഷയത്തിൽ വന്നതുപോലെ തന്നെ വമിസ്ലു അഹാദീസിർ റുഅയതി കുല്ലഹാ, റുഅയ അല്ലാഹുവിനെ കാണും എന്ന വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പോലെ എല്ലാം. വഇന്നഅത് അനിൽ അസ്മാഇ വസ്തവഹശ മിൻഹൽ മുസ്തമി', നീ കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉൾക്കൊള്ളാനോ ഒരു സംശയമോ ആയി തുടങ്ങിയാൽ വഇന്നമാ അലൈഹി അൽ ഈമാനു ബിഹാ, അവൻ എന്താ ചെയ്യേണ്ടത്? അതിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്, അതിൽ അവൻ വിശ്വസിക്കണം. വഅല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദൻ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ ഒരു ഹർഫിനെ പോലും അവൻ എതിർക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. വഗൈറഹാ മിനൽ അഹാദീസിൽ മഅ്തൂറാത്തി അനിസ് സിഖാത്ത്, സ്വഹീഹായി വന്നിട്ടുള്ള മറ്റ് ഏത് ഹദീസാവട്ടെ ആ ഹദീസിലെ ഒരു ലഫ്ളിനെ പോലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ എതിർക്കാൻ അവൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ തുടർന്ന് പറയുന്നത്, ഈ ഖദറിന്റെ വിശ്വാസം പോലെ തന്നെ അള്ളാഹുവിനെ പരലോകത്ത് കാണും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളും അതെന്താണ് ചെയ്യേണ്ടത്? അത് വിശ്വസിക്കുകയാണ് വേണ്ടത്. ഒരാൾക്ക് തോന്നുകയാണ് അള്ളാഹുവിനെ ഇപ്പൊ കാണാനൊക്കെ പറ്റുമോ, അള്ളാഹുവിനെ കാണാന്നുള്ള ശരിയല്ലല്ലോ. ഒരാൾ അവന്റെ ബുദ്ധിക്കനുസരിച്ച് ചോദിച്ചാൽ അവൻ എന്തായിരിക്കും? അവൻ പലപ്പോഴേക്ക് എത്താം. ഒരുപാട് പഴച്ച ആളുകൾ ഒരിക്കലും അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന വാദക്കാരുണ്ട്. പക്ഷേ അള്ളാഹുവിനെ കാണും എന്നുള്ളതിന് ഖുർആനിലും ഹദീസിലും തെളിവുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, നാളെ പരലോകത്തെ ആളുകൾ അള്ളാഹുവിനെ കാണും. ഹദീസിൽ ധാരാളം ഹദീസുകൾ, അതിലൊരു ഹദീസാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അമാ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലാ തുദാമൂന ഫീ റുഅയതിഹി, നിങ്ങൾ ഈ ചന്ദ്രനെ വ്യക്തമായി കാണുന്നത് പോലെ ആ വ്യക്തതയിൽ, അതുപോലെയുള്ള വ്യക്തതയിൽ നിങ്ങൾ അള്ളാഹുവിനെ നാളെ പരലോകത്ത് കാണും. അപ്പൊ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിലൊരു ഹർഫിനെ പോലും നിഷേധിക്കാതെ അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. റുഅയത്തുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ മറ്റൊരു ഭാഗത്ത് ഇമാം അഹ്മദ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറഹു വലാ യതഅല്ലമൽ ജിദാൽ, ഒരാളോടും ദീനിന്റെ വിഷയത്തിൽ ഒരു ബിദ്അത്തുകാരനോടും തർക്കിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാൻ വേണ്ടി തർക്കം പഠിക്കാനോ പാടില്ല.
فإن الكلام في القدر والرؤية والقرآن وغيرها من السنن مكروه ومنهي عنه. ഈ ഖദറിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ റുഇയത്തിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാണോ അല്ലെങ്കിൽ വിഷയത്തിൽ, ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ തർക്കിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ലാ യകൂനു സ്വാഹിബുഹു വഇൻ അസാബ ബികലാമിഹി അസ്സുന്ന. ഒരാൾ ഈ വിഷയത്തിൽ അനാവശ്യമായ തർക്കത്തിലേക്ക് പോവാണ്, എന്നിട്ട് അവൻ സുന്നത്തിന്റെ ആളാണെന്ന് പറഞ്ഞാലും മിൻ അഹ്ലിസ് സുന്ന, അവനത് ആവൂല, അഹ്ലുസ് സുന്നക്കാരനാവൂല. ഹത്താ യദഅൽ ജിദാല വയുസല്ലിമ വയുഅ്മിന ബിൽ ആഥാർ. തർക്കം ഒഴിവാക്കി അസറുകളിൽ കീഴൊതുങ്ങുന്നത് വരെ ബിദ്അത്തുകാരോട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തർക്കിക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നയുടെ രീതിയല്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഉലമാക്കൾ പോലും ഗൗരവത്തിൽ കണ്ടിരുന്ന ഒരു കാര്യമാണത്. ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അബുൽ ഹൗരിയ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, മുർജിയായിരുന്നു, ഒരു പിഴച്ച വിഭാഗമാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, ഇമാം മാലിക്കിനെ വിളിച്ചു ചോദിക്കുകയാണ്, ഇസ്മഅ മിന്നി ശൈഅൻ ഉകല്ലിമുക ബിഹി, ഞാൻ നിങ്ങളോട് പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. അതെന്താണ് വിഷയം? ഉഖ്ബിറുക ബിറഈ, എന്റെ കാഴ്ചപ്പാട്, ദീനിന്റെ ഈ വിഷയത്തിലുള്ള എന്റെ അഭിപ്രായമാണ്, അത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം മാലിക് ചോദിച്ചു, നീ സംസാരിച്ചിട്ട് നീ എന്നെ കീഴ്പ്പെടുത്തിയാലോ? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ പിൻപറ്റണം, ഞാൻ പറഞ്ഞത് സ്വീകരിക്കണം. അപ്പൊ ഇമാം മാലിക് ചോദിച്ചു, വേറൊരാള് വന്നിട്ട് നമ്മളെ രണ്ടുപേരെയും കീഴ്പ്പെടുത്തിയാലോ? അപ്പൊ ഇയാൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും അയാളെ പിൻപറ്റണം. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറയാ, അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമേ, ബഅസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദീനിൻ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ഒരൊറ്റ ദീൻ കൊണ്ടാണ്. വഅറാക തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീനിൻ, നീ ഓരോ ദീനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അയാളോട് പറഞ്ഞു. മറ്റൊരിക്കൽ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വാക്കുകളോട് പറയട്ടെ. ഒരു ബിദ്അത്തുകാരൻ വന്നിട്ട് പറഞ്ഞു, ഒരു ഹവയുടെ ആൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വാക്കുകളോട് പറയട്ടെ പറഞ്ഞു. അയ്യൂബ് സഖ്തിയാനി ഇങ്ങനെ കാണിച്ചിട്ട് തിരിഞ്ഞു നടന്നു. അതായത് ഒരു അരവാക്ക് എന്നോട് പറയണ്ട, ഒരു അരവാക്ക് എന്നോട് പറയണ്ട. കാരണം അവർ ഈ വിഷയങ്ങളിൽ തർക്കിക്കാനോ, ഈ വിഷയത്തിൽ ഖദറിന്റെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള തർക്കത്തിനോ സംസാരത്തിനോ എന്ത് ചെയ്തിട്ടില്ല, അവര് നിന്നിട്ടില്ല. ഹക്ക് പറഞ്ഞു കൊടുക്കേണ്ടെന്നല്ലേ പറയുന്നത്, ഹക്ക് പറയുന്നതിലല്ല. തർക്കിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ അതിൽ സംസാരിച്ച് നിൽക്കുക എന്നുള്ളത് അപകടം ചെയ്യും. അത് അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരാൾ അതിൽ കീഴൊതുങ്ങുകയും അതിൽ ഈമാൻ ഉൾക്കൊണ്ട് അതിൽ അംഗീകരിച്ച് അത് ഉൾക്കൊണ്ട് നിൽക്കുകയാണ് വേണ്ടത് എന്നതാണ് അഹ്ലുസ്സുന്ന വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും ദീനിന്റെ വിഷയത്തിൽ ഇതുപോലെയുള്ള വിശ്വാസ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കേണ്ട, അകറ്റി നിർത്തേണ്ട കാര്യമാണ്. ഇതിനുവേണ്ടി തർക്കം പഠിക്കാനോ ആ രീതിയിൽ നിൽക്കാനോ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അടുത്തത് അടുത്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഖുർആനു കലാമുല്ലാഹി വലൈസ ബിമഖ്ലൂഖിൻ, ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ കലാമാണ്, അതൊരു സൃഷ്ടിയല്ല. വലാ യദ്ഉഫു അൻ യഖൂല ലൈസ ബിമഖ്ലൂഖിൻ ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻഹു, അത് ഒരിക്കലും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. കാരണം അള്ളാഹുവിന്റെ കലാം എന്താണ്? അള്ളാഹുവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമല്ല. വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖുൻ, അതിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നുമില്ല, അതെല്ലാം അള്ളാഹുവിന്റേതാണ്, അഥവാ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. വഇയ്യാക വമുനാവറത മൻ അഹ്ദസ ഫീഹി, ഈ വിഷയത്തിൽ പുതുതായി പറയുന്നവരോട് നീ സംസാരിക്കുന്നത് സൂക്ഷിക്കുക. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി വമൻ വഖഫ ഫീഹി ഫഖാല ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബിമഖ്ലൂഖ്. ഇനി ചില ആളുകൾ പറയാണ്, എനിക്കറിയില്ല അത് സൃഷ്ടിയാണോ സൃഷ്ടിയല്ലയോ എന്നൊക്കെ അറിയില്ല. വഇന്നമാ ഹുവ കലാമുല്ലാഹ്, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മാത്രം പറയുന്ന ഒരാളാണെങ്കിലും ഫഹാദാ സാഹിബു ബിദ്അത്തിൻ, അവൻ എന്താണ്? ബിദ്അത്തിന്റെ ആളാണ്. അതായത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, പക്ഷെ മഖ്ലൂഖാണോ അല്ല എന്ന് അറിയില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. എന്താണ് അത്? മഖ്ലൂഖല്ല, ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് തന്നെ പറയണം. അല്ലാത്ത ആളുകൾ മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖ്, അത് സൃഷ്ടിയാണെന്ന് പറയുന്നവനെ പോലെയാണ്. വഇന്നമാ ഹുവ കലാമുല്ലാഹി ലൈസ ബിമഖ്ലൂഖിൻ, തീർച്ചയായിട്ടും ഈ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. സഹോദരങ്ങളെ,
ഒരുപാട് കാലത്ത് പ്രത്യേകിച്ചും ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കളിൽ നിന്നും ജഹ്മിയാക്കളിൽ നിന്നും ഏറ്റ വലിയ പരീക്ഷണമാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള വാദം. പോട്ടെ, ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് അംഗീകരിക്കുന്നവർക്ക് പോലും പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ സംസാരത്തിന് ലഫ്ലുകളുമുണ്ട്, ഹർഫുകളുമുണ്ട്, സൗത്തുമുണ്ട്, ശബ്ദവുമുണ്ട് എന്നുള്ളത്. അള്ളാഹുവിന് സംസാരമുണ്ട്, ആ സംസാരത്തിന് ഹർഫുകളുണ്ട്, ആ ഹർഫുകൾക്ക് ശബ്ദവുമുണ്ട്. അള്ളാഹു പറയുന്നത് നാളെ പരലോകത്തെ യൗമുൽ ഖിയാമയിൽ അടിമകൾ കേൾക്കും അള്ളാഹുവിന് ശബ്ദമുണ്ട് എന്നുള്ളത്. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം ഹദീസിൽ വ്യക്തമാണ്. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, സ്വഹീഹായി ഉദ്ധരിച്ച ഇമാം ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, സുമ്മ യുനാദീഹിം ബിസൗത്തിൻ, ഒരു വിശാലമായ ഹദീസാണ്, സുമ്മ യുനാദീഹിം ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ. നാളെ പരലോകത്ത് അള്ളാഹു വിളിച്ചു പറയുമ്പോൾ എടുത്തുള്ളവൻ കേൾക്കുന്നത് പോലെ തന്നെ ദൂരെയുള്ളവനും കേൾക്കുന്ന രീതിയിൽ ശബ്ദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്ന് ഹദീസുകളിൽ തന്നെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും പോലെയുള്ളവർ അവർ ഇതിനെ നിഷേധിക്കും. ഈ ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണെന്ന് അംഗീകരിച്ചാൽ പോലും ആ സംസാരത്തിന് ശബ്ദമുണ്ട്, അതിന് ഹർഫുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ പറ്റി നമുക്കുള്ള അറിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയും സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയുമാണ്. അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് ഖുർആൻ. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സംസാരിക്കും. അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദവും സൗത്തും ഹർഫുകളും ഉണ്ടാകുമെന്നുള്ളത് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്, ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖല്ല, അള്ളാഹു സൃഷ്ടിച്ച ഒരു കാര്യമല്ല, അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ വിശേഷണമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. ഇത് വളരെ വിശദീകരിക്കേണ്ട ഒരു കിതാബാണ്. പക്ഷെ അതിന്റെ ആശയം ചുരുങ്ങിയ രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിശ്വാസ കാര്യങ്ങൾ ഇത് വളരെ വിലപ്പെട്ടതാണ്. കാരണം പല ആളുകൾക്കും ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും എന്താണ് നമ്മുടെ യഥാർത്ഥ ദീൻ, എന്താണ് സ്വഹാബികൾ വിശ്വസിച്ച വിശ്വാസം, അള്ളാഹുവിനെ പറ്റി ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്താണ് ഖുർആനിലും ഹദീസിലും ഞാൻ പഠിച്ചിരിക്കേണ്ട യഥാർത്ഥ മൻഹജ്, എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നറിയാതെ അശ്രദ്ധയിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്, അതുപോലുള്ള സ്വഹാബികൾ മനസ്സിലാക്കിയത്, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ നമുക്ക് വായിക്കാം. أقول قولي هذا أستغفر الله لي ولكم أستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.